ഇന്ന് ഞങ്ങളുടെ സാധാ വീഡിയോ പോലത്തെ ഒരു വീഡിയോ അല്ല കേട്ടോ. സാധാ വീഡിയോ ആയിരുന്നു, പക്ഷേ പകുതി എത്തിയപ്പോൾ ഞങ്ങൾ 3 പേരുണ്ടല്ലോ, ഞങ്ങൾ 3 പേരും കൂടി ഒന്ന് ഉടക്കിയത് സ്നേഹം കൂടുതൽ കൊണ്ടാണെന്ന് അറിയാൻ പാടില്ല. ഉടക്കിയപ്പോൾ ഇച്ചിരി കൂടിപ്പോയി. അപ്പം ഞങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ല. അപ്പം പിന്നെ നിങ്ങൾ ചോദിക്കാറുണ്ടല്ലോ വീഡിയോൻ്റെ ബാക്കിലത്തെ കാര്യമൊക്കെ. അപ്പോൾ പിന്നെ ഓർത്ത് എന്തായാലും എന്നൊന്നും ഇടാനില്ല. അപ്പം എന്തായാലും ഇതിൻ്റെ ബാക്കിലത്തെ ഇതൊക്കെ കൂടി എടുത്തിട്ട് ഇടാല്ല എന്ന് വിചാരിച്ചു ഞങ്ങളുടെ ഉടക്കൊക്കെ മാറിയപ്പോൾ. അപ്പോൾ കുറച്ച് പേർക്ക് ബാക്കിൽ നടക്കുന്ന എല്ലാവരും ചോദിക്കും ക്യാമറാമാൻ ആരാണ് കാണിക്കുക എന്നൊക്കെ എല്ലാവരും ചോദിക്കുമല്ലോ. അപ്പോൾ നമുക്ക് അതിനൊക്കെ ഈ വീഡിയോയിൽ കാണാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ കാണാം, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞങ്ങൾ എന്താ ചെയ്ത് വെച്ചേക്കണം ഞങ്ങൾക്ക് അറിയില്ല. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് പോക്കോട്ടോ. തൊട്ടാവാടിയാണോ ഇത്? തൊട്ടാവാടിയല്ലേ, ഇത് വേറെ എന്തോ ഒരു സാധനമാണ്. എന്ത് സാധനോടിയല്ലേ എൻ്റെ പൊന്നെ, എനിക്കിനി മേലെ ഇതും കൂടി തിന്നാൻ വേണ്ടിയിട്ട് അച്ചാമ്മങ്ങോട്ട് വന്നേ. ഓ അവള് വലിയ ആള് വന്നേക്കണം. കാളാഞ്ചിയും സ്രാവും ഒക്കെ തിന്നുള്ളൂ. ഇതൊക്കെ ഇപ്പൊ കഴിക്കേണ്ട സമയമാണ്. ഓ അച്ചാമ്മ എന്ത് പുല്ല വൈക്കോല എന്താന്ന് വെച്ചാൽ കഴിക്കാൻ എന്നെ കൊണ്ടൊന്നും വില ഇതൊക്കെ തിന്ന് ചാൻ വേണ്ടിട്ട്. ഇത് കറി വെക്കണ സാധനമാണെന്ന് പോലെ അറിയാൻ പാടില്ല. വാ തീട്ട് വീഴുവേ. ഓ ഇതെന്ത് കുന്തം പാലാണ്, ഞാൻ പറഞ്ഞാണ് ഇതിലേ വരേണ്ടത്. പിന്നെ കൊഴുപ്പ് പറിക്കാനോന്ന് അച്ചാമ്മയല്ലേ പറഞ്ഞത്. കൊഴുപ്പ് പറിക്കാനായിട്ട് ഇവിടെ കൂടി അല്ലാണ്ട് വേറെ അവിടെ കൂടി പോകുമ്പോ ഇത് രണ്ടും വീഴാൻ വേണ്ടി വെളിച്ചെണ്ണ ഒഴിച്ചു വെച്ചൊക്കെയാണെന്ന് തോന്നുന്നു. ഇതുപോലെ പാർക്കിലല്ലതാണ് തീട്ടിയെങ്കിലും കളിക്കായിരുന്നു. തിന്നണുണ്ട് പതിയപ്പോ ഒന്നാ മതി. എത്തി. മീനുണ്ടാവും ഇഷ്ടം പോലെ ഇതിലൊക്കെ. ഈ കാട് പിടിച്ചിങ്ങനെ പന്തലിച്ച് കിടക്കണോണ്ട് മീൻ കണ്ടല്ലോ. അത് കണ്ട മീൻ കയറി മുട്ടയിടാനൊക്കെ നല്ല സൗകര്യമാണ്. പേടി എന്തോരം കൊഴുപ്പേടി ഇത്. ഓ ഇത് കുറേ ഉണ്ടല്ലോ. എത്രയും പെട്ടെന്ന് നശിപ്പിച്ച് കളയണം. ഞാൻ എന്ത് ചെയ്യാനാ സാരി മാറിക്കോ. എന്താണ് പറയേണ്ടത് പറ. പക്ഷെ ഇവിടെ അടിച്ചേ ആ കൊഴുപ്പയുടെ കേടൊന്ന് നോക്കി എടുക്കും. മരോട്ടിക്ക് അത് നിന്ന കാക്കയുടെ കണക്കൊക്കെ നടക്കുന്നുണ്ട്. കുറച്ച് മതി, അത് വെച്ചേ, അത് മതി. എല്ലാം മൂടും.
കരുമ്പേ ഇത് രണ്ടും കൂടി കുഴക്കാൻ പോയി. എന്നിട്ട് വേണം ചെമ്മീൻ മൂപ്പിച്ച് ഇട്ടാൻ പോണത് കേട്ടാ. എടുക്കണോണ്ടാ തേങ്ങായും ഇതൊക്കെ ഇടാൻ പോയി. എങ്ങനെ എടുക്കണത്? ആ ക്യാമറ വെച്ചാൽ മതി. എന്നോടാണ് ചോദിക്കണത് ഇതൊക്കെ. ഞാൻ അഭിപ്രായം ചോദിക്കാൻ നിൽക്കണം. ഞങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യണ്ട, തൻ്റെ ഇഷ്ടത്തിന് ചെയ്ത് വെച്ചാൽ ഇത്ര നാൾ അങ്ങനെ തന്നെ പോയി വെക്കണം. എനിക്കാണെങ്കിൽ ഇതിനെക്കുറിച്ച് ABCD ഇല്ല, ചെയ്യണ പോലെ അങ്ങോട്ട് ചെയ്യാൻ പറ്റുകയില്ല. ആവശ്യം വേപ്പിലിടാൻ വേപ്പിലിടാൻ ഇടട്ടെ, ചെമ്മീനിടട്ടെ. ഈ കൊഴുപ്പ ഇന്ന് കൊഴുപ്പ വെച്ചില്ലേ, നമുക്ക് ഇനി താളേറി വെച്ചാൽ ചെമ്മീനിട്ട് ഏതായാലും വർഷം തീരാൻ പോവുകയാണ്. അപ്പം പച്ചക്കറിയൊക്കെ കൂട്ടണം, ഇലക്കറികൾ. താള് നല്ലതാണ്, നമുക്ക് താള് കറി വെക്കാം. ചെമ്മീനും താളും കൂടി തേങ്ങ അരച്ച് വെക്കാം. എന്നൊരു മോചനയില്ലല്ലേ, എലിയെന്നൊരു മോചനമില്ല. വർഷം തീരുള്ളൂ എലിയെന്നൊരു മോചനമില്ല. വർഷം തീരുവോളും എലിയെന്നൊരു മോചനമില്ല. പക്ഷേ ഇലക്കറികളൊക്കെ ഇപ്പം കൂട്ടേണ്ടതാണ്. പച്ച ഈർക്കലിന് വരെയും നെയ്യുള്ള സമയമാണെന്നാണ് പറയുന്നത്. ഇപ്പം ഇലക്കറികളൊക്കെ ഇപ്പം കഴിക്കണം. കാശ്മീരി ചില്ലി അല്ലേ?
ഇലക്കറികൾ. ഇപ്പോൾ ഇവിടെ നിന്ന് പിടിക്കുക, ഇവിടെ നിന്ന് മുമ്പിലേക്ക് പിടിക്കുക. ആ ഇങ്ങനെ പിടിച്ചോട്ടോ വെച്ചു. ഇതിനൊക്കെ എന്ന് പറയുന്നത് പിന്നെ മരുന്നുകളൊന്നും അടിക്കാത്ത നല്ല ഫ്രഷായ പച്ചക്കറി. നമ്മൾ ഈ താള്, ഇവിടെ നമ്മളുണ്ടാക്കണ ചീര, കൊഴുപ്പ, ഇതൊക്കെ മരുന്നടിക്കാതെ തന്നെ നമ്മളുടെ നാട്ടിലുണ്ടാകുന്ന ഇതൊക്കെ കറി വെക്കണം, ഇതൊക്കെ വെച്ച് കഴിക്കണം. പണ്ടൊക്കെ ഞങ്ങളുടെ അവിടെ ഈ ഓണം വരുമ്പോഴേ ഒരു വീട്ടിൽ പട്ടിണിയാണ്. അപ്പോൾ വേറെ ഒന്നും തിന്നാനില്ല. ഈ താള് കൊണ്ടുവന്ന് അരിഞ്ഞ് വേവിച്ചാണ് അമ്മയും മോളും കൂടി കഴിക്കണം. അപ്പോൾ ഈ അവർക്ക് ഒന്നും വീട്ടിലില്ലെന്ന് പറയാൻ ആക്ഷേപമാണ്. അവരുടെ പട്ടിണി ആരോടും പറയുകയില്ല. അങ്ങനെയായി ഓണത്തിന് വട്ടക്കളി കളിക്കുന്ന എല്ലാവരും. അപ്പം ഇവരും പോയി അമ്മയും മോളും വട്ടക്കളി കളിക്കും. അപ്പം എല്ലാവരും പാട്ട് പാടണം, ഓരോരുത്തരും പാട്ട് പാടുമല്ലോ. അപ്പം ഇവർക്ക് പാടാനൊന്നുമില്ല, ഇവർക്ക് അങ്ങനത്തെ ഒരു മൂടാണല്ലോ. അപ്പം അമ്മയുടെ മോള് പറഞ്ഞു എന്തെങ്കിലും ഒരു പാട്ട് പാടണമെന്ന്. അപ്പം അമ്മ പറഞ്ഞു, അപ്പം അമ്മ പാടിയ തളകത്തിട്ട് ചന്ദനം പൊത്തിട്ട് ചടിക്കളി എൻ്റെ പൊന്മകളെ. ആർക്കും മനസ്സിലായില്ല, കാരണം വയറ്റിലകത്ത് താളും ചന്ദനം ഞെട്ടിക്കും. അപ്പം അമ്മ പറഞ്ഞ തളകത്തിട്ട് ചന്ദനം പൊത്തിട്ട് ചടിക്കളി എൻ്റെ പൊന്മകളെ എന്നും പറഞ്ഞ് അമ്മ പാടി. അപ്പോഴും അവരുടെ അന്തസ്സ് അവർ വിട്ടില്ല, പട്ടിണിയാണെന്നും വിട്ടില്ല. എല്ലാവരും നല്ല പപ്പടം പഴം പായസമൊക്കെ കഴിക്കുമ്പോൾ എന്നാലും ആ താളാണ് കഴിക്കണമെങ്കിൽ അതിന് നല്ല എനർജി ഉണ്ട്, മനസ്സിലായി. അതാണ് ഇലക്കറികൾ. നന്നായി കർക്കിടക മാസത്തിലെ പച്ചക്കറികൾ, ഇലക്കറികളൊക്കെ. ഉപ്പിട്ടില്ലല്ലോ ആയിട്ട്. ഒരു ആവി കൊണ്ട് കഴിഞ്ഞാൽ പെട്ടെന്നായി ഇങ്ങനെ അമർത്തി വെച്ചാൽ വെള്ളമായിരിക്കും. വെള്ളം നിറച്ചല്ലേ വെച്ചേക്കണം, കലത്തിൻ്റെ മുട്ടിക്കിടക്കും. എന്നിട്ട് തേങ്ങ അരച്ച് അത് താളിച്ച് ചേർക്കും. നല്ല കറിയാണ്. എൻ്റെ അച്ഛനുണ്ടാകുമ്പോൾ അങ്ങനെയൊക്കെ ഇഷ്ടം പോലെ. സൂപ്പർ തോരനായില്ലേ. ഇതിൽ ചോറെടുക്കട്ടെ. ഇന്നത്തെ കാര്യം പോക്ക. ഇന്നൊരു സുഖമില്ല, പോകുകയെന്ന്. കറി നല്ലതായപ്പോൾ ഇപ്പം ഉണ്ടാന്ന് നോക്കിയേ. നല്ലതാണ്. ഓണാക്കലായിട്ട് എന്തായാലും വീഡിയോ എടുക്കണം. ശ്രദ്ധ വേറെ സ്ഥലത്താണ്.
ഓക്കെ. ഓക്കെ. മുഖം വീർപ്പിച്ച് വെച്ചിരിക്കാണ്ട് ഇത്ര നാളും വീഡിയോ വൈപ്പേ. അങ്ങനെയൊക്കെ കുഴപ്പം കൊച്ചിരി നീക്കി വെച്ചാൽ നമുക്ക് നിൽക്കാൻ പറ്റില്ല. ആ ചരുവത്തിൻ്റെ പുറത്തേക്ക് കയറ്റി വീമേ. കഴിക്ക്. ചെയ്തോ, ഞാൻ ഓക്കെ. ഇതാണ് കൊഴുപ്പ് കാണുമ്പോൾ ഞാൻ പറയാറില്ലേ, പച്ചക്കറി തിന്നണം കൊഴുപ്പ്. മനസ്സിലായി? അതാണ് പച്ചക്കറിയുടെ ഗുണം. നമ്മൾ സ്കൂളിലൊക്കെ പോകുമ്പോൾ ചെമ്മീനൊന്നും ഉണ്ടായാലോ അന്നേരം. കറിയൊന്നുമില്ലെങ്കിൽ പാടത്ത് പോയി പറ്റത്തന്നെ പാടുന്ന പാടത്ത് പോയി ഒരു പിടി കൊഴുപ്പെടുത്തുകൊണ്ടൊന്ന് തോരൻ വെച്ച് ചോറ് കൊണ്ടുപോകും. പിന്നെ വെയിലിയൊരു ചീരയില്ലേ, കൊന്നച്ചീരയെന്നും പറഞ്ഞു. എനിക്കൊന്നും നടക്കില്ല. ഞാൻ പറഞ്ഞില്ല, നിങ്ങൾ എന്തെങ്കിലും പറയാനെങ്കിൽ പറഞ്ഞു തീർക്കും. ഇനി ഞാൻ എന്ത് ചെയ്താലും ഒന്ന് നോക്കാൻ പോകുന്നത്. ഇടണമെങ്കിൽ എന്തെങ്കിലും പറഞ്ഞിട്ടില്ല. ഇടയ്ക്ക് പോലും ഒന്നുമില്ല. കഴിച്ച് വയറ് കഴിച്ചു. അതിലിവിടെ ഒക്കെ ആയിരുന്നില്ല. ഉണഴിക്കും. വീഡിയോയിലും പിച്ചളയും കളിച്ചല്ലേ, ചോറ് തിന്നാൻ നോക്കും. കൂടൊന്നും കൊടുത്തില്ല. കൂടെ ആകണമെങ്കിൽ പറയാം. ഇങ്ങനെ പറയണമെങ്കിൽ റെഡിയാക്കി നിങ്ങൾ. ഓണത്തിന് എന്ത് പരിപാടിയൊക്കെ റെഡിയാക്കും? ഓണത്തിന് ഒരു പരിപാടിയില്ല. സ്കൂളിൽ അവിടെ ഇല്ല, കോളേജിൽ. അപ്പം അതിൻ്റെ പരിപാടി ബാക്കിയൊക്കെ നമുക്ക് ഇവിടെയും ചെയ്യണ്ട. ആളുകൾ പറയല്ലേ ഒരു ഓണപ്പരിപാടി ഇല്ല, ഇവർക്ക് വെപ്പം തീരും മാത്രമേ പറയില്ല. ഞാൻ എന്തായാലും ഒരമ്മം കൂടെ ഒക്കെ തുള്ളാൻ തീരുമാനിച്ചു. എൻ്റെ കൊച്ചുമോളുണ്ടാകും ഒരമ്മം കൂടെ പാടി തുള്ളാൻ. പിന്നെ കഴിച്ചിട്ടുണ്ടാന്നിട്ട് പറ. മൂടെ വിട്ടൊന്നുമില്ല, നായേ വയ്യ. കൊണ്ട് അവസാനിപ്പിക്കുക, അത്രയും കൊണ്ട് അവസാനിപ്പിക്കുകയെ. നമുക്ക് അച്ചാറിൻ്റെ പരിപാടി എന്താണെന്ന് നോക്കണം. ഈ ഓണത്തിന് എന്തെങ്കിലും തിരിഞ്ഞു കേങ്കെ നമുക്ക് ഓണത്തിന് ഇച്ചിരി അച്ചാർ ഇടണ്ടേ? ഈ മൂടോട്ടായിട്ടിരിക്കേണ്ട വല്ല കാര്യങ്ങൾ ചെയ്യട്ടെ അതും പറഞ്ഞിട്ടിരിക്കണ്ട്. അച്ചാർ നമുക്ക് ഇച്ചിരി കൂടുതലുണ്ട്. ഒരു 40-45 കിലോ അച്ചാർ ഒരു 3 പ്രാവശ്യമായിട്ട് ഇട്ട് വെക്കണമെങ്കിൽ നമുക്ക് ഓണത്തിന് കൊടുക്കാൻ അച്ചാറിന് ആവശ്യക്കാരുണ്ടാവും. ഈ പുഴങ്കളിയും കൊണ്ടൊന്നും നടന്നിട്ട് കാര്യമില്ല. എത്ര പേര് ഇത് താഴത്തോട്ടാകാൻ വേണ്ടി ശ്രമിച്ചു നടക്കണം. അതിൻ്റെ ഇടക്ക് നമ്മളും അങ്ങനെ പോയത് തന്നെയാണ്. വരുന്നതിന് സമയം വീഡിയോ തീർക്കണം. എന്നെങ്കിൽ ആളുകൾ ചോദിക്കും, ഇനി എന്താണ് നീ കൊഴുപ്പ കറി വെച്ചിട്ട് മൂടോട്ടായിരുന്നു തിന്നുന്ന ആളുകൾ ചോദിക്കും. അച്ചമ്മയുടെ കൊഴുപ്പക്കറി നല്ലതല്ല എന്നാന്ന് ചോദിക്കും. നല്ലൊരു ഈ വീഡിയോയിലൊന്നും ഇല്ല.
താളുകറി വെക്കണമെങ്കിൽ നല്ല ഉണ്ടെങ്കിലും ഉള്ളു. ആളുകളിലും ചെമ്മിനല്ലേ ആ പിന്നെ എന്താ വ്യത്യാസം ഒരേപോലെ എങ്ങനെ ഇരിക്കണം. അല്ല വർത്താനം പറയാതെയും കഥ പറയാതെ അല്ലെ വേറെ ഒന്നും ചെയ്ത് ഒരു മൂഡ് ഇല്ലാണ്ടാക്കി എടുത്ത അതെന്ത് ഇതും പറഞ്ഞ് ഇങ്ങനെ തേങ്ങി കളിച്ചിട്ട് ഒരു കാര്യമില്ല. ഞാൻ ഇപ്പോൾ ഉള്ള കാര്യം പറയുന്നു. എൻ്റെ അടുത്ത് പല നാടകവും പലരും പറയണുണ്ട്. പക്ഷെ ഞാനതൊന്നും കേൾക്കില്ല. എനിക്കൊരു ഇതുണ്ട്. അല്ലാണ്ട് മറ്റവർ പറഞ്ഞ് മറിച്ചവർ പറഞ്ഞാലേ സ്വന്തമായിട്ട് പറഞ്ഞ് അങ്ങനെയൊന്നും പോകണം. ഇത് ചെയ്യണം, അത് അന്തസ്സോട് ചെയ്യണം. എന്ത് കാര്യം ഉണ്ടല്ലോ അമ്മനെ മുഖത്ത് തന്നെ നോക്കി പറയും. ഇവിടെ മറച്ചു വെക്കണം ഒരു കാര്യവും ഇല്ല. ചെയ്യണമെങ്കിൽ അത് നേരെ ചെയ്യുക അല്ലേ വേണ്ടേ? മാർക്കിടന്ന് ഉറങ്ങുന്നതില്ല. പണ്ട് വല്യപ്പന്മാർ പറയും പോലെ ചെയ്യണ്ടെങ്കിൽ വേണ്ട നിർത്തിപ്പോ. വെറുതെ സ്വരം നല്ലപ്പോഴേ പാട്ട് നിർത്തണമെന്ന് നല്ലത്. എനിക്ക് വേണ്ട അഴിയൊന്നുമില്ല. എനിക്ക് വേണ്ടാഞ്ഞിട്ടില്ലല്ലോ ഞാൻ നിങ്ങളൊരു തല തല്ലണം ആണോ? എനിക്ക് കാശിന് ചിലവുണ്ട്. എനിക്കായിട്ടൊന്നും വേണ്ട. ആ തനിക്ക് വേണമെന്ന് പറഞ്ഞാൽ തനിക്കിപ്പോൾ തൻ്റെ വീഡിയോ പിടിച്ച് തൻ്റെതായ കാര്യം നമ്മൾ. കാരണം അത് ഈ വീഡിയോയുടെ മുമ്പ് എന്നാ തനിക്ക് ചെയ്യാതിരിക്കാൻ പറ്റിയില്ല. തനിക്ക് കുടുംബവും ഉത്തരവാദിത്വം ഒക്കെ ഉണ്ട്. എനിക്കും അതുപോലെ തന്നെ മുമ്പത്തേക്കായി എനിക്ക് ചിലവ് കൂടിയിരിക്കും. എനിക്കും കുറേ ഉത്തരവാദിത്തങ്ങളൊക്കെ ഉണ്ട്. ഞാനൊരാൾ നടന്നിട്ട് വേണം ഇല്ല മനുഷ്യന് വെള്ളം കൊടുക്കാൻ. 100 കാര്യങ്ങളും കടങ്ങളും എല്ലാം ഉണ്ട്. ഞാൻ വേറൊരു പണിക്ക് പോകാതെ ഇത് മാത്രമായിട്ടിരിക്കണേന്ന്. അതൊക്കെ നമ്മൾ തല്ലിക്കെടുത്ത് ചെന്ന് എനിക്ക് പട്ടിണി കിടക്കാൻ പറ്റിയില്ല. എനിക്കിത് മുമ്പോട്ട് കൊണ്ടുപോകണമെന്ന് തന്നെയാണ് താല്പര്യം. മനസ്സിലായി? അപ്പം അവനയുടെ ഭാഗത്തു നിന്ന് ഒരു വീഴ്ച എന്തെങ്കിലും മനുണ്ടാ നിങ്ങളുടെ ഇഷ്ടത്തിന് വീഡിയോ ചെയ്യാമെന്ന് പറയുകയാണെങ്കിൽ ഞാൻ സമ്മതിക്കുന്നു. നമ്മൾ ഇത്രയൊക്കെ ആക്കി വെച്ചും അവസാനം ഒരു തമ്മിൽ തല്ലി പോയെന്നുള്ളൊരു വർത്തമാനം വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞത് ചെറിയ ചെറിയ വഴക്കൊക്കെ ഉണ്ടാവും. അത് ഇത്രയും കാര്യത്തിലെടുക്കണതല്ല. ഒരു പായ കൂടി എടുക്കാ.